അതായത് ശരിക്കും ഞാൻ കൊടുത്തൊരു ഫ്രീഡം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കൊടുത്ത ഫ്രീഡമാണ് നിങ്ങൾ കണ്ടത്, കാണുന്നത് ഒരു പരിധി വരെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്നോടൊപ്പം ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നതും ഡാൻസ് ചെയ്യുന്നതും അദ്ദേഹം അഭിനയിക്കുന്നതും സീരിയലിൽ അഭിനയിക്കുന്നതും ഒക്കെയായ, അതായത് ഒരു സാധാരണ മനുഷ്യന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം അതൊക്കെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്തൊന്ന് ഇടപെട്ടോട്ടെ, കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ പ്രയോഗമല്ലേ എന്നുള്ളത് ഫിറോസെ? കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്ക് തെറ്റാണെങ്കിലും ആ വികാരത്തിൽ തെറ്റില്ല. കാരണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഒരു വിവാഹം എന്ന് പറയുമ്പോഴത്തേക്ക് ഭർത്താവ് ഒന്നും നോക്കാതെ ഇരുന്നിട്ട് സ്വന്തമായി ഇറങ്ങിപ്പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതല്ലല്ലോ. അപ്പം നമ്മൾ അദ്ദേഹത്തിന് തിരിച്ചു എനിക്കും കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ കൊടുക്കണം, അല്ലെ എനിക്ക് പറയാം കുഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്, കുഞ്ഞിൻ്റെ പണികൾ നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, നിനക്ക് ആ പ്രോഗ്രാമിന് പോകാൻ പറ്റില്ല, എനിക്കിവിടെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, എനിക്ക് വേറെ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഫ്രിക്ഷൻ ഉണ്ടാവും, അത് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഞാൻ അതെന്തോ എന്ന് പറയും, ഇപ്പം എൻ്റെ പ്രോഗ്രാം പോലും ഞാൻ മാറ്റി വെച്ചിട്ട് കുഞ്ഞിനെ നോക്കിയിട്ട് പറയും നീ അത് പോയി ചെയ്യൂ, അത് കൊടുക്കലാണ്. ആ വേല എന്താണ്, അത് കൊടുക്കുകയല്ലേ, ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, പിടിച്ചിരുത്തുകയല്ലല്ലോ. അപ്പോൾ അദ്ദേഹം അന്നേരം അത് പോയി അത് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ നിമിഷങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കലയെ കൊണ്ടുവരാനും അദ്ദേഹം കൂടുതൽ സന്തോഷിക്കുക, അതിലുപരി അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചിരിക്കാനാണ് ഞാൻ നോക്കിയത്. പക്ഷേ ആ പറക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറക്കലിലേക്ക് വരാം. പറക്കൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഇതിപ്പോൾ ഈ കാണുന്ന നിങ്ങൾ കണ്ട സ്വാതന്ത്ര്യമൊക്കെ സാധാരണ ഒരു ഫാമിലിയിൽ ഉണ്ടാവാത്ത സാധനങ്ങളാണ്. സാധാരണ ഒരു ഫാമിലിയിൽ കൂടെ കൊണ്ടുപോയി ഇപ്പോൾ അഭിനയിപ്പിക്കുന്ന എത്രയോ പേര് നമ്മൾ കാണുന്നുണ്ട്. ആർട്ടിസ്റ്റുകൾ തന്നെ എത്രയോ നല്ല ആർട്ടിസ്റ്റുകളെ വിവാഹം കഴിപ്പിച്ചിട്ട് വീട്ടിലിരുത്തിയിരിക്കുന്ന എത്രയോ സെലിബ്രിറ്റീസിൻ്റെ നമ്മൾ ലൈഫ് കണ്ടിരിക്കുന്നത്. ഇത് ഞാനങ്ങനെ ഓപ്പോസിറ്റായിട്ട് അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ കൂടെ നിന്ന് നട്ടലായിട്ട് നിന്ന് ചെയ്തു കൊടുത്തതാണ്. അതിനപ്പുറം ഒരു മേഖല ചിന്തിക്കും, അത് ഒരുപക്ഷെ എനിക്കിവിടെ പറയാൻ പറ്റില്ല, അത് തികച്ചും പേഴ്സണലാണ്. അപ്പോൾ അതിനപ്പുറം ഒരു മേഖല, അതായത് ഇത് മാത്രമല്ല, ഇതിനപ്പുറം ഒരുപാട് ഏരിയകളുണ്ട്. കലയിലുപരി ഒരുപാട് ഏരിയകളുണ്ട്, ഒരുപാട് ലോകം ചുറ്റുന്ന ഏരിയകളുണ്ട്. അപ്പോൾ അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. അതായത് എൻ്റെ കാഴ്ചപ്പാടിനപ്പുറമുള്ള സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന് അത് ശരിയായിരിക്കാം, ആ വ്യക്തിക്ക് അത് ശരിയായിരിക്കാം ആ പറക്കൽ. പക്ഷേ എനിക്ക് അത് പറ്റില്ല. കാരണം ഞാൻ പഠിച്ചു വെച്ചതെന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് പറന്നു പോയി കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ് അവിടെ. കാരണം അത് എനിക്ക് കാണാൻ പറ്റും. അല്ല, അതേ കൂടെ കുറച്ചുകൂടെ ചോദിച്ചോട്ടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട്. ഇപ്പോൾ ചില കാര്യങ്ങളിൽ അയാൾ പോയി വീഴും, അതുകൊണ്ട് ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാണ് എന്നുള്ള അർത്ഥത്തിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഡിവോഴ്സിന് ശേഷവും അത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലൊക്കെ ഫിറോസ് ഒരു ഉപദേശകനായി തുടരുമെന്നൊക്കെയാണ് എനിക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അയാൾ തെറ്റുകളിലേക്ക് പോവാതിരിക്കണം, അതെന്താണെന്നാണ് മനസ്സിലാവുന്നത്. തെറ്റും ശരിയുടെ അല്ല. കാരണം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം കുറച്ച് കുട്ടിത്തം കൂടുതലുള്ളതാണ്, എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. സോ ഞാൻ അങ്ങനെയല്ല, ഞാൻ കുട്ടിത്തങ്ങൾ അധികം ഇല്ലാത്ത ഒരാളാണ്. കുറച്ചുകൂടി ബുദ്ധിപരമായി കാര്യങ്ങൾ, ബുദ്ധിയുടെ അല്ല, കുട്ടിത്തമില്ല, കുറച്ച് അനുഭവങ്ങൾ എനിക്കുണ്ട്. മനസ്സിലായി. അപ്പോൾ കുറച്ച് അനുഭവം. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരാളെ കയറി ഞാൻ അങ്ങ് അടുപ്പിക്കത്തില്ല. ഞാൻ അത്രയും എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ പോലും ഒരു വളരെ 3-4 പേരേ ഉള്ളൂ എൻ്റെ സുഹൃത്തുക്കൾ. അതുപോലും ഞാൻ അത്രയും ഫിൽട്ടർ ചെയ്ത് വെക്കുന്ന ഒരാളാണ്. എൻ്റെ മൊബൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1000 പേരുടെ അല്ലെങ്കിൽ 2000 പേരുടെ ലിസ്റ്റ് കിട്ടും സുഹൃത്തെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ ഇൻറ്റിമസി, നമ്മൾക്കൊരു കാര്യം ഇപ്പം ഈ ഒരു കാര്യം പോലും ഷെയർ ചെയ്തിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ ഒരു 4 പേരുടെ ഉള്ളൂ ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും പേഴ്സണൽ കാര്യങ്ങളാണ്. ഇതുപോലും ഞാൻ ഷെയർ ചെയ്ത ഒരു 3-4 പേരുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും അടുത്ത്, നമ്മളെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള, നമ്മളെ ഏറ്റവും വേദനിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ ഉള്ള, നമ്മളൊന്നും അല്ലാത്ത സമയത്ത് നമ്മളെ കൂടെ ഉള്ളവരാണ് ഈ പറയുന്ന ഒരു 3-4 പേരെന്ന് പറയുന്നത്. അവരുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടിരിക്കുന്നത് ഈ ഒരു കാര്യം. സോ നമ്മൾ പറഞ്ഞു വന്നതിൽ നിന്ന് ഒന്ന് മാറിപ്പോയി അല്ലേ. അപ്പോൾ പറക്കലിലാണ് നിന്നത്. അല്ലല്ല, രണ്ടാമത്തെ കാര്യം ചോദിച്ചായിരുന്നു. അതായത് അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. അതായത് അയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും തെറ്റിലേക്ക് പോകാതിരിക്കാൻ അതൊരു ഡിവോഴ്സിന് ശേഷവും ഫിറോസ് അങ്ങനെ ഒരു ഉപദേശകനായി തുടരുമെന്നുള്ളത്. അത് ഞാൻ പറയും, അതൊരു നമ്മുടെ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയിരിക്കും. ഇന്നത്തെ സ്റ്റേജ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വിളിച്ച് അദ്ദേഹത്തോട് പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല. നാളെ ഒരു പക്ഷേ എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയില്ല. നാളെ ഞാൻ വേറൊരാൾക്ക് കമ്മിറ്റഡ് ആണെങ്കിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇടപെടില്ല. അല്ലെങ്കിൽ ഈ എൻ്റെ കൂടെയുള്ള വ്യക്തി, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന എൻ്റെ വ്യക്തി പറയണം അതിലൊന്ന് ഇടപെടാൻ, അപ്പോൾ എനിക്ക് ഇടപെടാൻ പറ്റും. അല്ലാതെ എൻ്റെ കൂടെ കൂട്ടുന്ന ഒരു വ്യക്തിയെ, അതൊരു വഞ്ചന തന്നെയാണ്. ഒരേ സമയം ഒരാൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക്, എൻ്റെ ഒരു മനസ്സാണ്, ഒരു സമയം ലോകത്ത് ഒരു പെൺകുട്ടിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. എൻ്റെ തോട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്നത് 24 hours പോരാ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ, അത് കുറവാണ്. നമ്മൾ ഈ വർക്കും കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇവരൊക്കെ ഒരുപാട് നമ്മൾ എൻഗേജ്ഡ് പല കാര്യത്തിലും. അതിനിടയ്ക്ക് സമയം കിട്ടുന്നില്ല. ഒരാളെ സ്നേഹിക്കാനുള്ള പൂർണ്ണമായ സമയം നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ് പോകുന്നത്. അപ്പം ആ സ്നേഹത്തിനിടയ്ക്ക് വേറൊരാളെ കൂടെ പിടിച്ച് നമ്മൾ തലവെക്കാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും അതിശയിക്കാറുണ്ട് 2-3 പ്രണയങ്ങളുള്ളതും 2-3 ഒരേ സമയം കൊണ്ടുപോകുന്നത്.
അവരൊക്കെ ഇതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു സ്നേഹമല്ല. സ്നേഹിക്കുന്ന എപ്പോഴും ഒരു നമ്മൾ അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരാളെ സ്നേഹിച്ചാൽ അയാളെ തന്നെ ആയിരിക്കണം. അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ആ സമയത്തിനിടയ്ക്ക് വേറൊരാളുടെ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് സജനയുടെ കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. മനസ്സിലായി? എൻ്റെ മക്കളുടെ കാര്യം ചിന്തിക്കാം, എൻ്റെ മക്കളുടെ കാര്യം ചിന്തിക്കാം, ഈ പാർട്ട്ണറുടെ കാര്യം ചിന്തിക്കാം. വേറൊരാളുടെ കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല ഞാൻ. നേരെ മറിച്ച് ഞാൻ കല്യാണം കഴിക്കാതെ നിൽക്കുകയാണ്, ഞാൻ ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഓക്കെ. ഇനി അദ്ദേഹത്തിനും അങ്ങനെ ഉണ്ട്. അദ്ദേഹം വേറൊരാൾ വിവാഹം കഴിച്ചാലും ഒരിക്കലും എനിക്ക് ഇടപെടാൻ പറ്റില്ല. അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായി? പക്ഷെ അതിലേക്ക് വരുമ്പോൾ ഈ കെയറിങ് എന്ന് പറയുന്ന പാർട്ട് കൊണ്ട് ഇപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് അയാൾ എന്തെങ്കിലുമൊക്കെ പെട്ടുപോകാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ നിഷ്കളങ്കിയാണ് എന്നൊക്കെയുള്ള അതിന് ഞാൻ ആവശ്യത്തിനുള്ള ഉപദേശങ്ങൾ കൊടുത്ത് കഴിഞ്ഞുവല്ലോ. എന്നൊന്നും എനിക്ക് ഉപദേശിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ കൂടെ ഭാര്യയായിരിക്കുന്ന സമയത്ത് ഞാൻ ആവശ്യത്തിലധികമായിട്ട് ഞാൻ ഉപദേശങ്ങൾ കൊടുക്കാനേ എനിക്ക് പറ്റൂ. എനിക്ക് പിടിച്ച് കെട്ടി ചങ്ങലയ്ക്ക് ഇവിടെ പിടിച്ചിടാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം വേറെ ആരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതൊന്നും എൻ്റെ അത്രയും സ്നേഹിച്ച ഒരു വ്യക്തികളുമല്ല. അതെനിക്ക് അടിവരയിട്ട് പറയാം. ഞാൻ സ്നേഹിച്ച അത്രയും ലോകത്താർക്കും അദ്ദേഹത്തെ സ്നേഹിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കുറവുകളും എല്ലാം ഞാൻ അറിയുന്നത് പോലെ വേറൊരാൾക്കറിയാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിയാണ് ഞാൻ സ്നേഹിച്ചത്. അപ്പം അദ്ദേഹം എന്താണെന്ന് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയിൽ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഒരാളും അദ്ദേഹത്തിൻ്റെ ചതിക്കുഴികളാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഇതാണ്, അല്ലെങ്കിൽ നീ ചെയ്യുന്ന മണ്ടത്തരം ഒന്നും പറയില്ല. അദ്ദേഹത്തെ സൂചിപ്പിച്ച് കൂടെ നിർത്തത്തതേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു റിയൽ സ്നേഹമോ ഒന്നുമല്ല അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരിൽ നിന്ന് കിട്ടുന്നത്. ഫിറോസ് ഇത്രയും നന്നായിട്ട് അയാളെ സ്വാധീനിച്ച് നിന്നിട്ടും ഫിറോസിന് അതെന്തുകൊണ്ടാണ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ പോയതെന്നാണ്? അത് എൻ്റെ കുഴപ്പമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ലേ. നമ്മൾ ഇപ്പം എന്താണ്, ഒരു അധ്യാപകൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുകയൊക്കെ നമ്മൾ ഫുൾ മാർക്ക് മേടിക്കുന്നില്ല. എത്ര മനോഹരമായിട്ടാണ് എത്രയോ സാറന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് പഠിക്കുക. അതേ ക്ലാസ്സിൽ തന്നെ എത്ര പേരുണ്ട് ഒരു ഫുൾ മാർക്ക് മേടിക്കുന്നവരുണ്ട്, മുട്ടപ്പൂജ മേടിക്കുന്നവരുണ്ട്. അതാ എടുക്കുന്ന ആ വ്യക്തികളുടെ ഇതുപോലെ ഇരിക്കും. ഇപ്പം അധ്യാപകൻ കറക്റ്റായിട്ട് എല്ലാവരും ഈ 50 പേരിരിക്കുന്നവരെയും കറക്റ്റായിട്ടാണ് പഠിപ്പിക്കുന്നത് ഇല്ലേ? ഈ 50 പേരിൽ അവിടെ ഫസ്റ്റ് ആ വിഷയത്തിന് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് മേടിക്കുന്നവരുണ്ട്, വട്ടപൂജ മേടിക്കുന്നവരുണ്ട്. എനിക്ക് നല്ല രീതിയിൽ അവതരിപ്പിക്കാനേ പറ്റൂ. അത് എടുക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം നല്ല രീതിയിൽ എടുത്താൽ 100 മാർക്ക് കിട്ടും. ജീവിതത്തിൽ വിജയിച്ച 100 മാർക്ക് കിട്ടും. ഇല്ലെങ്കിൽ വട്ടപൂജ്യം കിട്ടും. ദാറ്റ്സ് ഓൾ. അതിൽ സംസാരിച്ചു പോകുന്നത് അധികം കുറ്റമൊന്നും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. പക്ഷെ സജന പറഞ്ഞതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, സജനയുടെ ഉമ്മയെ ശരിക്കും ഉമ്മയെ തന്നെ ഫിറോസ് കാണാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അത് കാണുന്നതിൽ പരാജയപ്പെട്ടതോ ഇല്ലെങ്കിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് അയാൾ പറയാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും പരാജയപ്പെട്ടതല്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഉമ്മയെ ഇങ്ങനെ ലോകം ചുറ്റിക്കണം എന്നൊക്കെയുള്ള പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടി എനിക്ക് അതേ അളവിൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല സ്നേഹം. ഞാൻ സാധാരണ സ്നേഹിക്കുന്നു. കാരണം അതാണ് എൻ്റെ സ്നേഹത്തിൻ്റെ പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞാൻ സ്നേഹിച്ചു. അപ്പോൾ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നതും അങ്ങനെയാണ്. എൻ്റെ ഉമ്മയെ ഞാൻ ലോകം മൊത്തം കറക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ഉമ്മയാണ്. അതെനിക്ക് 100% അറിയാം. പക്ഷേ എൻ്റെ ഉമ്മയെ ഞാൻ അവരുടെ ബർത്ത്ഡേ പോലും എനിക്കറിയത്തില്ല. എന്നാൽ സ്നേഹമുണ്ട്, ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും സജനടുത്ത് പ്രകടിപ്പിച്ചതിൻ്റെ 100% പോലും എൻ്റെ ഉമ്മടുത്ത് ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് എന്നെ ജീവനാണ്. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ തലങ്ങൾ ഞാൻ ഇത് തരികയാണ്. അപ്പോൾ സജനടുത്ത് പ്രകടിപ്പിക്കുന്നതൊക്കെ എനിക്ക് ആ ഉമ്മടുത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഉമ്മടുത്തും ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് സ്നേഹമില്ലെന്നാണോ? സ്നേഹമുണ്ട്. അപ്പോൾ എനിക്ക് സജന കാണുന്ന അതേപോലെ എനിക്ക് കൊണ്ട് എല്ലായിടത്തും കറക്കി നടക്കാനോ ഒന്നും പറ്റില്ല. അദ്ദേഹം പറയുന്നത് തെറ്റെന്നല്ല എപ്പോഴും ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു വീക്ഷണം പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും ഉമ്മടുത്ത് എനിക്ക് സ്നേഹമില്ലെന്നുള്ളത്. ആക്ച്വലി സ്നേഹമുണ്ട്. ഈ സെക്കൻഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന മുമ്പ് ഈ വിഷയം നമ്മളിപ്പോൾ ഒരു ശൂന്യതയാണല്ലോ, ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് ഫിറോസ് കാണുന്നത്. ഈ ശൂന്യത മറികടക്കേണ്ടതുണ്ട്. അതിപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് കൂടെ ഒരുപാട് പേരുണ്ടാവും, സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും, നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ നമ്മൾ തന്നെയാണ് ഇത് മറികടക്കേണ്ടത്. അപ്പോൾ ഫിറോസ് മറികടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഫിറോസിന് പൊതുവിൽ കരയാൻ പറ്റില്ല. കാരണം നമ്മൾ ആണത്ത പ്രഘോഷണങ്ങളിൽ വളർന്ന നല്ലൊരു. അപ്പം അത് മറികടക്കണം. അത് മറികടക്കുകയും വേണം. എന്നാലും നമ്മൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളെ പുറത്ത് കാണിക്കാനും പറ്റില്ല. അത് പുരുഷ കേന്ദ്രീകൃതമായ സൊസൈറ്റിയുടെ ഒരു പ്രശ്നവും കൂടിയാണ്. ഈ ഏരിയയിൽ എങ്ങനെയാണ് ഫിറോസ് മറികടക്കുന്നത്? ഞാൻ ആക്ച്വലി ഒന്ന് പൊട്ടിക്കരയാൻ വേണ്ടിയിട്ട് ഞാൻ എത്രയോ ആഗ്രഹിച്ച വ്യക്തിയാണെന്നറിയോ.
ഈ ഒരു വിഷയത്തിലല്ല, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ പല 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 വേരിയേഷൻസ്, അതൊക്കെ ശരിക്കും നമ്മളെ ഒന്നുകൂടെ കൂടുതൽ നമ്മളെ ബോൾഡാക്കുകയാണ്. ലൈഫിൽ ഒരുപാട്, ഈ ലോകത്ത് ഒരു പ്രശ്നം മാത്രമല്ലല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന ലോകത്തിൽ അവിടെ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ എന്നെ തേടി വരും. പക്ഷേ ഇതൊക്കെ ഇപ്പം ഞാൻ ബോൾഡായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ നിമിഷങ്ങളിലൊക്കെയും, ഓരോ നിമിഷങ്ങളിലും, ഇപ്പോൾ അവസാനം പോലും ഞാൻ ഒന്ന് പൊട്ടിക്കരയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അതിൽ മനസ്സിലാക്കേണ്ടുള്ള സ്ത്രീകൾ എന്തൊരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും കരയും. അതുകൊണ്ട് തന്നെ അവരുടെ ദുഃഖങ്ങൾ പെട്ടെന്ന് ഹീൽ ചെയ്യും. ഒരിക്കലും ഒരു ആണിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവർ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയാണ്, പെട്ടെന്ന് ഹീൽ ചെയ്യപ്പെടില്ല. ഒരു പക്ഷേ സജനയ്ക്ക് ഇത് പെട്ടെന്ന് മറക്കാൻ കഴിയും. എനിക്ക് ഇപ്പം ഞാനിപ്പോൾ എന്നെക്കുറിച്ച് തന്നെ പറയാം, ഞാനും അല്ല എന്നെപ്പോലുള്ള ആണുങ്ങൾക്ക് ഒരിക്കലും ഡിവോഴ്സ് പെട്ടെന്ന് ഹീൽ ചെയ്യപ്പെടില്ല. ഡിവോഴ്സ് എന്നല്ല, വാട്ടെവർ ഹീൽ ചെയ്യപ്പെടില്ല. കാരണം ഈ സമൂഹം തന്നെ ചെയ്തു വെച്ചൊരു കാര്യമാണ്. കാരണം ഒരു കുഞ്ഞായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ, കുട്ടിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് കരയും, എന്തെങ്കിലും ഒരു കാര്യത്തിൽ കരയും തന്നെ ഓടി വന്ന് നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും വന്നിട്ട് ഓടി എന്ന് പറയും, നീ കരയരുത്, നീ ഒരു ആണാണ്, പെൺകുട്ടിയാണ് കരയുന്നത്. അയ്യേ, നീ പെൺകുട്ടിയെ പോലെയാണോ കരയുന്നത്? ആണുങ്ങളാണ് കരയുന്നത്, അല്ല സോറി, പെണ്ണുങ്ങളാണ് കരയുന്നത്, ആണുങ്ങളല്ല കരയേണ്ടത് എന്ന് പറഞ്ഞ് നമ്മളെ മൈൻഡിൽ ഇത് കയറ്റിത്തരികയാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് ആ കരച്ചിലുള്ള വികാരം, കാരണം ഈ ഒരു പെണ്ണാണല്ലോ കരയുന്നത്, അങ്ങനെ ഇങ്ങനെ എല്ലാ ആണുങ്ങളും, ഇത് എൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, 99% ആണുങ്ങളും ഏത് വിഷയം വന്നാലും ഒന്ന് പൊട്ടിക്കരയാൻ അവർക്ക് പറ്റുന്നില്ല. പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. അതായത് കാർമേഘം എന്ന് പറയുന്ന ഒരു സാധനം, ശക്തമായ മഴയ്ക്ക് മുന്നേ കാർമേഘം ഇരുണ്ട് കൂടും. ആ ഇരുണ്ട് കൂടിയിട്ട് മഴ പെയ്തതിന് ശേഷമാണ് മാനം തെളിയുന്നത്. അതെ, ഈ കാർമേഘം പോലെയാണ് നമ്മുടെ മനസ്സ്, ഓരോ ദുഃഖങ്ങൾ വന്ന് അടിയും. പക്ഷെ ആ മഴ പോലെ കരയണം നമ്മൾ, എന്നാലേ ഈ മനസ്സ് തെളിയത്തോളൂ. അതിവിടെ നടക്കുന്നില്ല. പക്ഷെ പെണ്ണുങ്ങൾ പെട്ടെന്ന് ഹീൽ ചെയ്യപ്പെടും.